Morning. Morning, ma'am. Morning. Good morning, miss. Morning. Good Good morning, morning, ma'am. ma'am. Morning. 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 നിങ്ങൾക്ക് ഈ സാറ്റർഡേ സൺഡേ ഒക്കെ കഴിഞ്ഞിട്ട് മൺഡേ ക്ലാസ് കയറാൻ എന്തെങ്കിലും മടി ഉണ്ടാവും? ഇല്ല. പിന്നെ ചുമ്മാ പറയണം. ഒരു മടിയില്ലേ? സത്യം പറയണോ? ഉണ്ട്. ഇതാ. എങ്ങനെ ഉണ്ടായി സാറ്റർഡേ സൺഡേസ് ഒക്കെ? വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. എന്തൊക്കെ ചെയ്തു നിങ്ങള്? ഹോസ്പിറ്റലിൽ തീർത്തു. നല്ല കാര്യം. എന്ത് ചെയ്തോ? എന്നാ നിങ്ങള് സിനിമയ്ക്ക് പോയിരുന്നോ? പനിയാണല്ലേ? ഓക്കെ. സിനിമയ്ക്ക് പോയോ നിങ്ങള് ആരെങ്കിലും? നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടാത്തവരാണോ? നല്ല സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, സർവമായ കണ്ടോ സിനിമ? കാണാം, നല്ല പടമാണ് കേട്ടോ, പോയി കാണാം. കുറച്ച് പേരോട് കേട്ടോ ബസ്സിൽ എടുക്കാം. ഗുഡ് മോർണിംഗ് മെറിൻ.
നിങ്ങളുടെ ടെക്സ്റ്റില് പേഴ്സണൽ മാനേജർ എന്നാണോ നിങ്ങളുടെ ടെക്സ്റ്റ് കിടക്കുന്നത്? ഓക്കെ, അതിന്റെ ഹെഡിങ്ങിൽ എന്താ കിടക്കുന്നത്? പേഴ്സണൽ മാത്രമേ ഉള്ളൂ? എല്ലാവരുടെ അങ്ങനെ തന്നെയാണോ? ഓക്കെ ഓക്കെ മതി. ഇത് റോൾ ഓഫ് എ പേഴ്സണൽ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ടെക്സ്റ്റിൽ നിങ്ങളുടെ? റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ നോക്കാം കേട്ടോ. പേഴ്സണൽ മാനേജർ നോക്കാം അവിടെ. യെസ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മള് നെക്സ്റ്റ് എടുക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തത്? ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ അല്ല എടുത്തത് നമ്മള്. ഇനി നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ. ഒരു പേഴ്സണൽ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം 4 റോൾസുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. 4 റോൾസുകൾ. ഓക്കെ, പേഴ്സണൽ റോൾ ഉണ്ട്, വെൽഫെയർ റോൾ ഉണ്ട്, ക്ലറിക്കൽ റോൾ ഉണ്ട്, ഫയർ ഫൈറ്റിംഗ്, ലീഗൽ റോൾസ് ഉണ്ട്. ആദ്യത്തേത് നോക്കാം. താഴേക്കാണ് കേട്ടോ, ABC എന്ന് പറഞ്ഞിങ്ങനെ താഴേക്കാണ്. എന്തായിരിക്കും പേഴ്സണൽ റോളിൽ വരുന്നത്? പേഴ്സണൽ റോൾ advisory and advising management on effective use of human resources, manpower planning, recruitment, selection, etc., training and development of linemen, measurement of assessment of individual and group behavior. First one വരുന്നത് എന്താണ്? Advisory and advising management on effective use of human resources. എന്താണ് ഫസ്റ്റ് റോളിൽ പറയുന്നത്? അഡ്വൈസറി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ അഡ്വൈസിങ് എന്ന് പറയുന്നത് എന്തിനെയാണ്? വായിച്ചു നോക്കൂ. മീൻസ് ഉപദേശം. ഓക്കെ, എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വൈസിങ് ആണ് ഇവിടെ പറയുന്നത്? എന്ത് മാനേജ്മെന്റ് ആണ്? ഹ്യൂമൻ റിസോഴ്സസുമായി ബന്ധപ്പെട്ടിട്ടല്ലേ? യെസ് യെസ്, ഹ്യൂമൻ റിസോഴ്സ്, അതായത് മാനവവിഭവശേഷി അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ടത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഉപദേശക സമിതി അല്ലെങ്കിൽ ഉപദേശക മാനേജ്മെന്റ് എന്ന റോള് ഈ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപദേശക റോൾസുകൾ അല്ലെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങളൊക്കെ വഹിക്കുന്ന റോൾസുകൾ പേഴ്സണൽ റോൾസിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, മാൻ പവർ പ്ലാനിങ്. എന്തായിരിക്കും മാൻ പവർ പ്ലാനിങ്? മാൻ പവർ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെ? ഇതൊക്കെ മാൻ പവർ പ്ലാനിങ് പ്രധാനമായിട്ട് വരുന്നതാണ്. അതെങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യേണ്ടത്, ആരെയൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നത് കേട്ടോ. സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സുകൾ, അതിന്റെ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻസ് എക്സെട്ര അതെല്ലാം ഉൾപ്പെടുന്നു. സി, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമാൻ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമാൻ. ലൈൻമാൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മള്. ലൈൻമാൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമാൻ. എല്ലാ ആളുകളെയും അല്ലെ? എല്ലാ ആളുകളെയാണ്, എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും എന്താണ്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഓൾ ലൈൻമെൻസ്. പിന്നെ മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ്
individual and group behavior. Measurement of assessment of individual and group behavior. ഇവിടെ മൊത്തം കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്? ഹ്യൂമൻ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോസസ് ആണ് അത് കംപ്ലീറ്റ് വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് റോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഡിവിജ്വൽസിന്റെ ഗ്രൂപ്പിന്റെ ബിഹേവിയറിനെ അസസ് ചെയ്യുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ബിഹേവിയർ എങ്ങനെയാണ് അവർ കാണിക്കുന്നത്, ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അസസ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്യുന്നതും ഈ ഒരു റോൾസിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് റോളിൽ വരുന്ന എന്താണ്? അഡ്വൈസറിങ് ആൻഡ് അഡ്വൈസിംഗ് മാനേജ്മെന്റ് ഓഫ് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു അഡ്വൈസിംഗ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്വൈസറി റോൾ ആയിട്ട് ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മാൻ പവർ പ്ലാനിങ് കൺട്രോൾ ചെയ്യുന്നു. മാൻ പവർ പ്ലാനിങ്ങിൽ എന്തൊക്കെ വരുന്നുണ്ട്? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. ദെൻ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്സ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എല്ലാ എംപ്ലോയീസിനും, അതായത് ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനും എന്താ ആവശ്യകതയുള്ള ട്രെയിനിങ്സും ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകളും കണ്ടക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഒരു പ്രത്യേകിച്ച് ഇവിടെ ഹ്യൂമൻ റിസോഴ്സിന്റെ ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്താണ്, അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അസസ് ചെയ്യുകയും അത് മെഷർ ചെയ്യുകയും ചെയ്യുന്നത് പേഴ്സണൽ റോൾസിൽ വരുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? അത് പേഴ്സണൽ റോളിൽ വരുന്ന കാര്യങ്ങള്. യെസ്. നെക്സ്റ്റ് വെൽഫെയർ റോൾ. എന്താണ് വെൽഫെയർ എന്ന് പറയുന്നത്? വെൽഫെയർ എന്താണ്? സമ്പത്താണോ? ക്ഷേമം എന്ന് പറയില്ല നമ്മള്. അതായത് സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന പ്രോസസ്സാണ് വെൽഫെയർ റോൾസിൽ വരുന്നത്. അതായത് ഓരോ സ്റ്റാഫുകളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് എ നോക്കാം. റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ പ്രോബ്ലംസ്. റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷൻ പ്രോബ്ലംസ് എന്താണ്? അതായത് വ്യക്തിപരവും സംഘടനാപരവുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ എന്തെങ്കിലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് കറക്റ്റ് ചെയ്ത് പോകുന്നതിന് അതിന്റെ പുതിയ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും വെൽഫെയർ റോൾസിലാണ് ഉൾപ്പെടുന്നത്. അതായത് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ സ്റ്റാഫുകൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് വെൽഫെയർ റോൾസിലാണ് ഉൾപ്പെടുന്നത് കേട്ടോ. യെസ്, അത് കണ്ടക്ടും അവരത് റിസർച്ച് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്റ്റാഫുകൾക്കിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ അവർ റിസർച്ച് ചെയ്യും. റിസർച്ച് ചെയ്യുന്ന ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് കണ്ടെത്തുന്നു എന്നാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ കണ്ടെത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിഹാര നടപടികളൊക്കെ നിർദ്ദേശിക്കുന്നത് ഈ ഒരു റോൾസിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. പിന്നെ എന്താണ്? മാനേജിങ് സർവീസ് ആൻഡ് ക്യാൻറ്റീൻസ്, ക്രഷസ് എക്സെട്ര. രണ്ടെണ്ണം മനസ്സിലാവും. മാനേജിങ് സർവീസ് ആൻഡ് ക്യാൻറ്റീൻസ്. ക്യാൻറ്റീൻ സർവീസസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ് ക്രഷസ് എന്ന് പറയുന്നത്? ക്രഷസ് കേട്ടിട്ടുണ്ടോ? ക്രഷസ് വാല്യുബിൾ എന്നാണോ അതിനർത്ഥം? വാല്യുബിൾ എന്നായിരിക്കും അർത്ഥം അതിലെ വരുന്നത്. മാനേജിങ് പ്രോസസ് ആണ്. വിലപ്പെട്ടാന്നാണോ? പ്രീഷ്യസ് എന്നല്ല പറഞ്ഞത് ടീച്ചർ, നോക്കി. പ്രീഷ്യസ് അല്ല പറഞ്ഞത്, പ്രഷ്യസ്. ഇതൊരു സംവിധാനമാണ് ശരിക്കും. എന്തിനു വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ആയിരിക്കും? എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത്? യെസ്, അതായത് ഇപ്പൊ എല്ലാ ഓർഗനൈസേഷനും അതില്ല. ചില കമ്പനീസില് അവരുടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ സംബന്ധിച്ചുള്ള അവർക്ക് ചിലപ്പോൾ എന്താണ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. ചെറിയ കുട്ടികൾ അവരുടെ കുഞ്ഞുങ്ങളുടെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഡേ കെയർ സെന്റേഴ്സ് പോലെ ഓർഗനൈസേഷന്റെ കീഴിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു റൂം, അത് നമ്മുടെ ഡേ കെയർ പോലെ തന്നെ, അതായത് അവിടുത്തെ സ്റ്റാഫുകളുടെ കുട്ടികളെ മാത്രം നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂൾ, ചെറിയൊരു സ്കൂൾ പോലെ ഒരു റൂം ഉണ്ടായിരിക്കും. അതിനാണ് നമ്മൾ ക്രഷസ് എന്ന് പറയുന്നത്. അപ്പൊ ക്യാൻറ്റീൻസിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഇതേപോലെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ചെറിയ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒന്നാണ് എന്താ ക്രഷസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എല്ലാ ഓർഗനൈസേഷനൊന്നും ഇല്ല കേട്ടോ. എല്ലായിടത്തുള്ള
അത് ഒന്നല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ വലുപ്പം അനുസരിച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ശരണ്യക്ക് എന്നാണെങ്കിൽ നമുക്കൊന്ന് 10:30 ക്ലാസ്സിൽ കയറാൻ പറ്റുന്നേ? വെറുതെ ഓർമ്മയൊക്കെ അടിച്ചതാ, എല്ലാ ദിവസവും വൈകി പോകും. കുഴപ്പമില്ല. ഓക്കെ, തനിക്ക് 10:30 ഓൺലൈനിൽ കയറി ഇരിക്കാലോ. അപ്പൊ ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ക്യാമറ ഒന്നും ഓൺ ചെയ്യണ്ടല്ലോ, പിന്നെ നോക്കണോക്കെ എങ്ങനെ. ഓക്കെ, ഇപ്പൊ മാനേജിംഗ് വെൽഫെയർ റോൾസിന് വരുന്നതാണ് എന്താ? മാനേജിംഗ് സർവീസസ്, കാൻഡീസ് ആൻഡ് ബ്രഷസ് എക്സെട്ര. ഓക്കെ, then group dynamics, group counseling, motivation, leadership, communication, etc. ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് നിയന്ത്രിക്കുകയാണ്. ഗ്രൂപ്പ് ഡൈനാമിക്സ് കൈകാര്യം ചെയ്യുന്നത് എന്താണ്? ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്? ഗ്രൂപ്പ് കൗൺസിലിംഗ് അല്ലെ, ഒരു സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഇംപ്രൂവ്മെന്റ്സ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുക്കുന്നത്, മോട്ടിവേഷൻ പ്രോഗ്രാംസ് കൊടുക്കുന്നത്, ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകളെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളോ അല്ലെങ്കിൽ എന്തോ, അതായത് സ്റ്റാഫുകൾക്ക് എല്ലാ മേഖലയും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ടെക്നിക്സുകളും വെൽഫെയർ റോൾസിൽ ഉൾപ്പെടും. അതായത് അവരുടെ ക്ഷേമം മുൻനിർത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് വെൽഫെയർ റോൾസിൽ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ട ഗ്രൂപ്പായിട്ടുള്ള കൗൺസിലിംഗ്സ് കൊടുക്കുന്നത്, അതുപോലെ മോട്ടിവേഷൻ പ്രോഗ്രാംസ് കൊടുക്കുന്നു, ലീഡർഷിപ്പ് പ്രോഗ്രാംസുകള്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര, ഇത്രയോളം കാര്യങ്ങളൊക്കെ ഈ വെൽഫെയർ റോൾസിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കേട്ടോ, മനസ്സിലായോ? സി okay, these are the welfare roles of a personnel manager. Next വരുന്ന എന്താണ്? ക്ലറിക്കൽ റോൾ. ക്ലറിക്കൽ റോൾസിൽ എന്തൊക്കെ വരും? ടൈം കീപ്പിംഗ്, സാലറി ആൻഡ് വേജസ്, അഡ്മിനിസ്ട്രേഷൻ ഇൻസെന്റീവ്സ്, മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്, ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്സ്. ഫസ്റ്റ് വൺ എന്താണ്? പേഴ്സണൽ മാനേജർ ക്ലറിക്കൽ റോൾ ആയിട്ട് വരുന്ന എന്താണ്? ടൈം കീപ്പിംഗ്. എന്താ ടൈം കീപ്പിംഗ്? ടൈം കീപ്പിംഗ്, ഹലോ, ടൈം കീപ്പിംഗ് ടൈം മാനേജ്മെന്റ് അല്ലെ, ഓൺ ദ ടൈം അല്ലെ, പങ്ക്ച്വാലിറ്റി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. യെസ്, അപ്പൊ അതായത് ഓരോരുത്തർക്കും ഒരു സ്പെസിഫിക് ടൈംസ് ഉണ്ടായിരിക്കും, കൃത്യ ടൈമിൽ തന്നെ അവരെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള അല്ലെ. യെസ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉണ്ട്, എല്ലാ ഓർഗനൈസേഷനും എല്ലായിടത്തും ഉണ്ടായിരിക്കും എന്താ? ടൈം കീപ്പ്. അതിനാണ് നമ്മൾ ടൈം കീപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. എന്ത് സംവിധാനമാണ് ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? പഞ്ചിങ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? പഞ്ചിങ്, യെസ്, വെരി ഗുഡ് അല്ലെ. പഞ്ചിങ് മെഷീൻസ് ആ ഒരു ടൈമിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ ആ പങ്ക്ച്വാലിറ്റി നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അല്ലെ പഞ്ചിങ് മെഷീൻസ്. പക്ഷെ എല്ലാവരും പഞ്ചിങ് മെഷീനെ വെട്ടിച്ചിട്ടായിരിക്കും വരുന്നത് അല്ലെ, ചേട്ടൻ എത്താറില്ല. എല്ലാവരും സമയം കൺട്രോൾ ചെയ്യുന്നത് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ കയ്യിൽ നിൽക്കാത്തതും പെട്ടെന്ന് പോകുന്ന ഒരു സാധനമാണ് സമയം. ഓക്കെ, ക്ലറിക്കൽ റോളിലെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ടൈം കീപ്പിംഗ് മാനേജ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. സെക്കൻഡ് വൺ എന്താണ്? സാലറി ആൻഡ് വേജസ് അഡ്മിനിസ്ട്രേഷൻ ഇൻസെന്റീവ്സ്. നെക്സ്റ്റ് വൺ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സാലറി ആൻഡ് വേജസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻസെന്റീവ്സ് അല്ലെ. ക്ലറിക്കൽ റോൾസിൽ വരുന്നതാണ് സ്റ്റാഫുകളുടെ സാലറീസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മറ്റ് ഇൻസ്പെക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. റിസോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡ്സുകളും പാലിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്ലറിക്കൽ ഡ്യൂട്ടീസിൽ വരുന്നതാണ് കേട്ടോ. Then human engineering, man machine relationship. Human engineering, man machine relationship. എന്താണത്? ഇത് റിലേഷൻഷിപ്സ് ആണ് ഇവിടെ വരുന്നത്. ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്സ്. എന്തായിരിക്കും ഇവിടെ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ് ചോദിക്കുന്നത്? ഹ്യൂമനും ഹ്യൂമൻ എഞ്ചിനീയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്?
എംപ്ലോയീസും മെഷീൻസും തമ്മിലുള്ള റിലേഷൻഷിപ്സ് അതെന്തായിരിക്കും? സ്റ്റാഫ് ആൻഡ് മെഷീനറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറേഞ്ച്മെന്റ്സുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സുകളൊക്കെ ക്ലറിക്കൽ റോൾസിലാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. യെസ്, അതായത് ഇവിടെ ഓരോ ഉപകരണങ്ങളും ഇപ്പൊ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം യാന്ത്രികമായിട്ട് ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അതായത് മെയിൻ്റെനൻസ് എക്യുപ്മെന്റ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന, ഓപ്പറേഷൻ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ടാവും. അപ്പൊ അവിടേക്ക് എങ്ങനെയാണ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഓരോ എക്യുപ്മെന്റ്സ് എങ്ങനെയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്, അതിന്റെ സ്റ്റെപ്പ് ആൻഡ് സ്റ്റെപ്പ് പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ്സും അതിന്റെ പ്രോസസ്സൊക്കെ കൈകാര്യം ചെയ്യുന്നതും ഏത് റോൾസിലായിരിക്കും ഉൾപ്പെടുന്നത്? ക്ലറിക്കൽ റോൾസിലാണ് അതെല്ലാം വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലറിക്കൽ റോൾസിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൈം കീപ്പിംഗ്, സാലറി ആൻഡ് വേജസ്, അഡ്മിനിസ്ട്രേഷൻ, ഇൻക്ലൂഡിംഗ് സെന്റൻസുകൾ, മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്സ്. ഓക്കെ, നിങ്ങൾ ഈ ബോക്സിലുള്ള കംപ്ലീറ്റ് റോൾസിന്റെ കീഴിൽ വരുന്ന എല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. ഏതൊക്കെ റോൾസ് ആയിരിക്കും, ഏതൊക്കെ റോൾസ് ആണ് വെൽഫെയർ റോൾസിൽ വരുന്ന ഏതൊക്കെയാന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് പഠിക്കണേ. നെക്സ്റ്റ് വൺ, ഫയർ ഫൈറ്ററിംഗ് ലീഗൽ റോൾ. ഫയർ ഫൈറ്ററിംഗ് ലീഗൽ റോൾ. ഫയർ ഫൈറ്ററിംഗ് ഫയർ ഫൈറ്ററിംഗ് എന്താണ്? ഇവിടെ മെയിൻ ആയിട്ട് നമ്മള് എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ ഡിസ്പ്യൂട്ട്സുകളോ അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടയുന്നതിനും അതിന്റെയൊക്കെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതിനുള്ള പ്രത്യേക ലീഗൽ ആയിട്ടുള്ള ഒരു റോളാണ് എന്ത്? ഫയർ ഫൈറ്ററിംഗ് ലീഗൽ റോൾസ് എന്ന് പറയുന്നത്. അതായത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാഫും മാനേജ്മെന്റ്സ് ആയിട്ട് പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ? സാലറിയുമായി ബന്ധപ്പെട്ട് മറ്റ് അതർ പ്രോബ്ലംസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് തരത്തിലും പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ഹെഡ് ഓഫ് ദി പൊസിഷൻ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റോൾസ് പേഴ്സണൽ മാനേജേഴ്സിന് കൊടുത്തിരിക്കുന്നത്. അതാണ് എന്താ? ഫയർ ഫൈറ്റിംഗ് ആൻഡ് ലീഗൽ റോൾ എന്ന് പറയുന്നത്. ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഗ്രീവൻസ് ഹാൻഡിലിംഗ്. ഗ്രീവൻസ് ഹാൻഡിലിംഗ് എന്താണ്? പരാതികൾ പരിഹരിക്കൽ അല്ലെ? എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിലേക്ക് അതൊക്കെ സോൾവ് ചെയ്യുന്നതും ആരായിരിക്കും? പേഴ്സണൽ മാനേജർ. വെൽഫെയർ ലീഗൽ റോൾസിലെ ഫയർ ഫൈറ്റിംഗ് റോൾസിലാണ് അതെല്ലാം ഉൾപ്പെടുന്നത്. നെക്സ്റ്റ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. എന്തെങ്കിലും തരത്തിൽ തർക്കങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിലൊരു മധ്യസ്ഥത വഹിക്കുന്നതിലും അതിന്റെ ആ തർക്കങ്ങൾക്ക് പരിഹാരം കാണുന്നത്, സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നു. പിന്നെന്താണ്? ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്. എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻസ് എന്ന് പറയുന്നത്? അച്ചടക്ക നടപടികൾ, ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അച്ചടക്ക നടപടികളൊക്കെ സ്വീകരിക്കുന്നു. പിന്നെ കളക്റ്റീവ് ബാർഗൈനിങ്. എന്താണ് കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്? നമ്മൾ അതിനെ മലയാളത്തില് കൂട്ടായ വിലപേശൽ എന്ന് പറയും. എന്താണ് കൂട്ടായ വിലപേശൽ അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്? എന്തിന്റെയൊക്കെ പേരിലാണ് ആൾക്കാര് കളക്റ്റീവ് ബാർഗൈനിങ് ചെയ്യാറ്? ഒരു ജോലി സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാന ആവശ്യം എന്തായിരിക്കും എപ്പോഴും? സാലറിയുമായിട്ട് അല്ലെ? യെസ്, അതെല്ലാ സ്റ്റാഫുകളുടെ ഇടയിൽ ഒരേപോലത്തെ തീരുമാനമായിരിക്കും അതിന് വേണ്ടിയിട്ട് അല്ലെ? മാനേജ്മെന്റിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. യെസ്, അതായത് നമുക്ക് ഇത്ര നാളുകൾ കഴിയുമ്പോൾ നമുക്ക് സാലറി വേജസ്, നമ്മുടെ സാലറി പേ റേസ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും. ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കും, ഒരുമിച്ച് എന്താണ് അവരെല്ലാവരും കൂട്ടായ വിലപേശൽ. ഇപ്പൊ സാലറീസ് മാത്രമല്ല, ചിലപ്പോൾ മറ്റ് ബെനഫിറ്റ്സ് കിട്ടുന്നില്ലെങ്കിൽ അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ബാർഗെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, അതെല്ലാം തന്നെ ഈ ഒരു അത്തരം കളക്റ്റീവ് ബാർഗനിങ് സിറ്റുവേഷൻസ് ഒക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും കൂടി പറ്റണം. അതായത് ഇവർ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് അവർക്ക് അനുവദനീയമായിട്ടൊരു മറുപടി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അനുവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ എന്താണോ ആവശ്യപ്പെടുന്നത്, ഇപ്പൊ സാലറി ആയിക്കോട്ടെ മറ്റെന്തായി ആയിക്കോട്ടെ, അത് ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനായിട്ടും ഈ ഒരു റോൾസ് കൈകാര്യം ചെയ്യുമ്പോഴാണ് അദ്ദേഹം ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് ഒന്നുകൂടി എല്ലാം നോക്കാം. റോൾ ഓഫ് പേഴ്സണൽ മാനേജറിൽ പേഴ്സണൽ റോൾസിൽ വരുന്നത് എന്തൊക്കെയാണ്? ഒരു അഡ്വൈസിംഗ് മാനേജ്മെന്റ് ആണ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട് അഡ്വൈസിംഗ് മാനേജ്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. മാൻ പവർ പ്ലാനിങ്ങിന്റെ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്രോസസ്സുകൾ കൈകാര്യം ചെയ്യുന്നു. പിന്നെന്താണ്? സ്റ്റാഫുകൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്സ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. എല്ലാ എംപ്ലോയീസിനും വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സും ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നു. പിന്നെ ഇൻഡിവിജ്വൽ ബിഹേവിയറും ഗ്രൂപ്പ് ബിഹേവിയറുകളും അസസ് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. വെൽഫെയർ റോൾസിൽ എന്തൊക്കെ വരുന്നു? പേഴ്സണൽ പ്രോബ്ലംസും അല്ലെങ്കിൽ എന്താണ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ കണ്ടെത്തുന്നു, അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. പിന്നെ
ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസസുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നു. പ്രത്യേകിച്ച് ക്യാൻറ്റീൻസ്, ബ്രഡ്ജസ് മുതലായിട്ടുള്ള എല്ലാ സർവീസസുകളും മാനേജ് ചെയ്യുന്നു. പിന്നെന്താണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്, അതായത് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാനായിട്ടുള്ള ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുക്കുന്നു, മോട്ടിവേഷൻസ് കൊടുക്കുന്നു, ലീഡർഷിപ്പ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻസ് മുതലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫർദർ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നടപടികൾ നടത്തപ്പെടുന്നു. നെക്സ്റ്റ് ക്ലറിക്കൽ റോൾസ് എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്? ടൈം കീപ്പിംഗ്, ദെൻ സാലറി ആൻഡ് വേജസ് അഡ്മിനിസ്ട്രേഷൻ ഇൻസെന്റീവ്സുകൾ, പിന്നെ എന്താണ് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, ദെൻ മാൻ ആൻഡ് മെഷീൻ റിലേഷൻഷിപ്സുകൾ കൈകാര്യം ചെയ്യുന്നു. ദെൻ ഫയർ ഫൈറ്റർ ലീഗൽ റോൾസിൽ എന്തൊക്കെയാണ്? കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്, പരാതികൾ പരിഹരിക്കുന്നു. സെറ്റിൽമെന്റ്സ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, അല്ലെ എന്ത് തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നു. പിന്നെ ഡിസിപ്ലിനറി ആക്ഷൻസുകൾ കണ്ടക്ട് ചെയ്യുന്നു. കളക്റ്റീവ് ബാർഗനിങ്. ഇതിനകത്തുള്ള എല്ലാം നിങ്ങൾ ഈ ബോക്സ് പഠിച്ചിരിക്കണം കേട്ടോ, ബൈ ഹാർട്ടായിട്ട്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ ആരെങ്കിലും? ഓക്കെ, ഇന്ന് ക്ലാസ്സിൽ കുട്ടികൾ കുറവാണല്ലോ, അല്ലെങ്കിൽ ഒരു 57 പേര് എല്ലാ ദിവസവും ഉണ്ടാവും. ഞാൻ കയറുന്ന ക്ലാസ്സിൽ 57 മിക്കവരെ കാണാം. 57. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും അത് മനസ്സിലാക്കാൻ പറ്റും, എന്നാലും ശ്രദ്ധിക്കാം കേട്ടോ. മാനേജർ മീൻസ് ഹെഡിങ് ഇങ്ങനെ എടുക്കണം. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. എനിക്ക് ഈ സംഭവം മനസ്സിലായോ? എന്താണ് ഇതെന്താ ഇവിടെ കിടക്കുന്നത് മനസ്സിലായോ? ഇത് ഇവിടെ വരേണ്ടതാ. റോൾ ഓഫ് എ പേഴ്സണൽ മാനേജർ എന്നിവിടെ വരേണ്ടത് ഇവിടെ ഇങ്ങോട്ട് മാറി പ്രിന്റ് ആയേക്കാണ് കേട്ടോ. ഓക്കെ, ഇത് വെട്ടിക്കളയാം. യെസ്, ഇവിടുത്തെ വരുന്ന ഹെഡിങ് എന്താണ്? മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ ഒരു ഓർഗനൈസേഷന് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റുകൾ ഇപ്പൊ തന്നെ അണ്ടർലൈൻ ചെയ്തു പോയേ. 1, 2, 3 എന്ന് നമ്പർ ഇട്ടാലും മതി കേട്ടോ. ഫസ്റ്റ് വൺ ലീഡർഷിപ്പ് പ്രോസസ്. 1 എന്ന് നമ്പർ ഇടാം കേട്ടോ. ലീഡർഷിപ്പ് പ്രോസസ് കണ്ടോ? ലീഡർഷിപ്പ് പ്രോസസ് 1. സെക്കൻഡ് വൺ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. Justice determination process. Number 2. Number 3. Task specialization process. ഇവിടെ ഉള്ളിൽ കിടക്കുകയാണ് കേട്ടോ. നോക്കിയേ, ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. Number 3. Next, staffing process. 4. Number 4, staffing process. Number 5, performance appraisal process. Performance appraisal process. Number 5. Number 6, training and development process. Number 6, training and development process. Then 7, compensation and reward process. 7, compensation and reward process. 8th one, collective bargaining process. Collective bargaining process. അങ്ങനെ നമ്പർ ഇട്ടോ, അത് കുറച്ചുകൂടി എളുപ്പമായിട്ട് പഠിക്കാൻ വേണ്ടി നമ്പർ ഇട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരണ്ടാന്ന് ഓർത്താണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പഠിക്കാം ലീഡർഷിപ്പ് പ്രോസസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് പഠിക്കാൻ പോകുന്നത്? മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ആണ്. ഒരു ഓർഗനൈസേഷനിലെ മേജർ ആയിട്ട് നടക്കുന്ന പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ലീഡർഷിപ്പ് പ്രോസസ് ആണ്. ലീഡർഷിപ്പ് പ്രോസസ് involves in influencing the individual and group behavior towards the achievement of one organization goals. Leadership process involved in influencing the individual and group behavior towards the achievement of organization goals. എന്താണ് ലീഡർ ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്?
ലീഡർഷിപ്പ്. എന്തിനു വേണ്ടിയാണ് ഈ ലീഡർഷിപ്പ് പ്രോസസ് ചെയ്യുന്നത് നമ്മള്? ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളെ നിയന്ത്രിക്കാൻ ഒരു ലീഡർ ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? നല്ലതായിരിക്കോ? ആ ഗ്രൂപ്പിനെ മാനേജ് ചെയ്യാൻ പറ്റും അല്ലെ? ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ മാനേജ് ചെയ്യാനായിട്ട് ഒരാള് നിങ്ങളുടെ ക്ലാസ്സിൽ. നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ ആരാണ്? ഇപ്പൊ കൃഷ്ണേന്ദാണ് നിങ്ങളുടെ ലീഡർ എന്ന് വെച്ചോ. അപ്പൊ കൃഷ്ണേന്ദു ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങളെ അറിയിക്കും അല്ലെ? അപ്ഡേറ്റഡ് ആയിട്ട് പറയും. ഇന്ന് ടീച്ചർ ഇപ്പൊ കയറാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ ഇന്ന് ഇത്ര കാര്യങ്ങൾ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഇത് നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അടുത്ത ക്ലാസ്സിൽ ഇത്രയും സ്റ്റുഡൻസ് ക്ലാസ്സിൽ കയറണം, എക്സാമിന്റെ കാര്യങ്ങൾ അത് കംപ്ലീറ്റ് കാര്യം നിങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ പിന്നെയും ചോദിക്കും, നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്ക് കൂടി ആ കുട്ടി മറുപടി പറഞ്ഞു തരും അല്ലെ? യെസ്. അപ്പൊ ആ കുട്ടി എന്താ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൃഷ്ണൻ എന്താ ചെയ്യുന്നത്? നിങ്ങളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? നിങ്ങൾക്ക് വേണ്ടി ഒരു നേതൃത്വ സ്ഥാനം വഹിച്ചുകൊണ്ട്, അതായത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതി നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാനാണ്. അപ്പൊ ആ ഒരു ഗോളിലേക്ക് എത്തിക്കാനായിട്ട് ആ കുട്ടിയാൽ ശ്രമിക്കണം, പരമാവധി പറ്റാവുന്ന കാര്യങ്ങൾ ആ കുട്ടി ചെയ്തു തരും അല്ലെ? യെസ്. ഇവിടെ വർക്ക് ചെയ്യേണ്ടത് ആരാണ്? നിങ്ങളാണ്. ദാറ്റ് ഈസ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻ ഇൻഫ്ലുവൻസിങ് the individual and group behavior towards achievement of organization goals. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഘടനയുടെ ലക്ഷ്യങ്ങൾ നമ്മൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? എന്തിനാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ വൈസും ഗ്രൂപ്പ് വൈസും നമ്മൾ ഓരോ സ്റ്റാഫുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് എന്താ? ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതായത് വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും പെരുമാറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മള് വ്യക്തികളെയും ഗ്രൂപ്പുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയയാണ് നേതൃത്വം അല്ലെങ്കിൽ ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതൊരു ആജ്ഞാപിക്കലല്ല, ഒരാളെ ആജ്ഞാപിക്കുന്ന ഒരു പ്രോസസ് അല്ല കേട്ടോ. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഏതെന്ന് പറയുന്നതല്ല. അത് ആജ്ഞാപനമായിട്ട് നിങ്ങൾ എടുക്കരുത് ഒരിക്കലും അല്ലെ? മറിച്ച് ഇതിനെ എന്തായിട്ട് വിചാരിക്കണം നമ്മൾ? അതൊരു മോട്ടിവേഷൻ ആണ്. അത് ചെയ്യാനായിട്ട് ഒരാൾ നമ്മളെ പറയുമ്പോൾ അതും ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് എടുക്കേണ്ടത്. ഒരിക്കലും ലീഡർ എന്നൊരു വ്യക്തി നമ്മൾ ആജ്ഞാപിക്കണം എന്നൊരു തോന്നൽ നമുക്ക് ഒരിക്കലും ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്? ഓർഗനൈസേഷൻ അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് ഗ്രൂപ്പിനെയും അല്ലെങ്കിൽ എന്താ പറയാ വ്യക്തികളെയും സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീഡർഷിപ്പ് പ്രോസസ് അഥവാ നേതൃത്വം എന്ന് പറയാം. മനസ്സിലായോ? അതായത് എല്ലാവരെയും ശരിയായ ഡയറക്ഷൻസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീഡറെ തിരഞ്ഞെടുക്കുന്നത് അല്ലെ? അത് പറയുന്നതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് മെയിൻ പ്രോസസ് ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്, ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? നല്ല രീതിയിൽ ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും. ലീഡർഷിപ്പ് പ്രോസസ്സിലൂടെയാണ് ആദ്യം ഈ ഒരു ഒരു ഓർഗനൈസേഷൻ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രോസസ് നടക്കുന്നത്. എന്താണ്? ലീഡർഷിപ്പ് എന്നൊരു അല്ലെങ്കിൽ നേതൃത്വ സ്ഥാനമാണ് ആദ്യത്തേതിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ലീഡർഷിപ്പ് പ്രോസസ് ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വൺ, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. Justice determination process. Equal treatment to all and fair compensation for the work. Okay. Justice determination എന്താണ്? ജസ്റ്റിസ് നമുക്കറിയാം, നീതി അല്ലെ? എന്തിനു വേണ്ടിയിട്ടുള്ള നീതിയാണ് ഇവിടെ പറയുന്നത്? Equal treatment to all and a fair compensation for the work. എന്തിലാണ് ഇവിടെ നീതി വേണ്ടത് പിള്ളേരെ? എന്തിലാണ് വേണ്ടത്? Equal treatment to all and fair compensation എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പറയാൻ പറ്റും? പറയാം. ഈക്വൽ റൈറ്റ്സ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ, അത്രയും പറഞ്ഞേ. ഈക്വൽ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുക. അതോടൊപ്പം തന്നെ എന്താണ്? ആൻഡ് എ ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്. ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? നല്ല അടിപൊളി, പറഞ്ഞ മതിയൊക്കെ. യെസ്, വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പേയ്മെന്റ് അല്ലെ? അവിടെ മറ്റ് ഡിസ്ക്രിമിനേഷൻസ് ഒന്നും കാണിക്കാതെ എങ്ങനെയായിരിക്കണം? നല്ല രീതി, പ്രത്യേകിച്ച് അവിടെ നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കണം. ട്രീറ്റ്മെന്റ്സ് മീൻസ് അവരെ അതേപോലെ ആയിരിക്കണം അവരെ നമ്മള്
സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നൊരു പ്രോസസ്സാണ് അവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലായോ? ഏത് വർക്കിനാണെങ്കിലും അവർക്ക് ഈക്വലൈസ് ആയിട്ടുള്ള ഒരു വേതനമായിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ മാത്രമല്ല എല്ലാവരെയും ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യാനും അതേപോലെ കാണാനായിട്ടും ശ്രമിക്കണം. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. Task specialization process. Consistent division of the total task into individual jobs. ശ്രദ്ധിച്ചേ, എന്താണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്? കൺസിസ്റ്റന്റ് ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. ടാസ്ക് സ്പെഷ്യലൈസ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? നമ്മള് എന്തായിരിക്കും ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവിഷൻ ഓഫ് ടോട്ടൽ ടാസ്ക്, മൊത്തം ടാസ്കുകളെ നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നു? മൊത്തം ടാസ്കുകളെ ഓർഗനൈസേഷനെ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഓരോരുത്തർക്കും ജോലികൾ വിഭജിച്ചു കൊടുക്കുന്നതാണ് എന്താ ടാസ്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എല്ലാവർക്കും എന്ത് കൊടുക്കുന്നു? മൊത്തം ടാസ്കിന് വ്യക്തിഗത ടാസ്കുകളായിട്ട് ഓൾ ടാസ്കിനെ നമ്മൾ എന്താക്കി കൊടുക്കുന്നു? ഇൻഡിവിജ്വൽ ജോബ്സുകളായിട്ട്, അതിൽ വ്യക്തിഗത ടാസ്കുകളായിട്ട് വിഭജിച്ചു കൊടുക്കുന്ന പ്രോസസ് ആണ് എന്താ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എന്താണ്? ഒരുപാട് ഡിവിഷൻ ചെയ്യാൻ, ശരിക്കും പറഞ്ഞാൽ എല്ലാ ജോലികളും വിഭജിച്ചു കൊടുക്കാൻ, ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ ജോബ്സ് ആയിട്ട് അവരെ വിഭജിച്ചു കൊടുക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ വിഭജിച്ചു കൊടുക്കുന്നത്? അതാണ് നമ്മൾ അതിന് തൊട്ട് മുന്നേ പഠിച്ച പോയിന്റ്സിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജോലികൾ അവർക്ക് വിഭജിച്ച് ഒരേപോലെ കൊടുക്കുന്നത്? അവിടെ എന്ത് പ്രോസസ്സ് നടക്കുന്നതിനാലാണ് അങ്ങനെ നമ്മൾ വിഭജിച്ചു കൊടുക്കുന്നത്? ജസ്റ്റ് ഡിറ്റർമിനേഷൻ പ്രോസസ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ? എല്ലാവർക്കും തുല്യ ജോലിയും തുല്യ പരിഗണനയും കൊടുക്കുന്നുണ്ട്, തുല്യ രീതിയിൽ നമ്മളെ ജോലികൾ വിഭജിച്ചും കൊടുക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഒന്നുകൂടി നോക്കാം നമുക്ക്. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിലെ ഫസ്റ്റ് പ്രോസസ് എന്തായിരുന്നു? ലീഡർഷിപ്പ് പ്രോസസ്. നെക്സ്റ്റ് എന്തായിരുന്നു? ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. തേർഡ് വൺ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. ഓക്കെ, ഇവിടെ വരെ എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ സ്റ്റാഫിംഗ് പ്രോസസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ സ്റ്റാഫിംഗ് പ്രോസസ് ഇൻവോൾവ്സ് മാൻ പവർ പ്ലാനിംഗ്, developing sources of recruitment, assessment of applicants, employment decisions, induction and orientation, transfers, promotion and demotions. എന്താണ് സ്റ്റാഫിംഗ് പ്രോസസ് അഥവാ സ്റ്റാഫിംഗ് പ്രക്രിയ എന്ന് പറയുന്നത്? നമ്മളിവിടെ ഹ്യൂമൻ റിസോഴ്സസിനെ പല പൊസിഷൻസിലേക്കായിട്ട് തിരഞ്ഞെടുക്കാൻ പോവാണ് അല്ലെ? തിരഞ്ഞെടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ആ ഒരു പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്? മാൻപവർ പ്ലാനിങ് എങ്ങനെയാണ് നടക്കുന്നത്? ആദ്യം നമ്മൾ റിക്രൂട്ട് ചെയ്യും. ഏത് സോഴ്സസിൽ നിന്നാണ് ആൾക്കാരെ തിരഞ്ഞെടുക്കേണ്ടത് അല്ലെ? സ്റ്റാഫിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ആദ്യം റിക്രൂട്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് എന്താണെന്ന് അറിയാലോ? ഏത് സോഴ്സ് ഉപയോഗിച്ചിട്ടാണ്? അതൊക്കെ നമ്മൾ അടുത്ത ഭാഗങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. എവിടെ നിന്നാണ് റിക്രൂട്ട് ചെയ്യേണ്ടത്? വന്ന ആപ്ലിക്കൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇന്റർവ്യൂ സമയത്ത് ഒരുപാട് ആപ്ലിക്കൻസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? അസസ് ചെയ്ത് നോക്കും. ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം നമ്മൾ അവിടെ സെലക്ട് ചെയ്യുള്ളൂ അല്ലെ? പിന്നെ എംപ്ലോയ്മെന്റ് ഡിസിഷൻസ് നോക്കും. പിന്നെ അവർക്ക് ഓറിയന്റേഷൻസ് പ്രോഗ്രാംസുകൾ ഉണ്ടായിരിക്കും. ദെൻ അതിനുശേഷം എന്താണ്? ഏതെങ്കിലും അതർ മേഖലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടവരാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. പ്രമോഷൻ ചെയ്യേണ്ടവരെ പ്രമോഷൻ ചെയ്യും. ഡിമോഷൻ ചെയ്യേണ്ടവരെ ഡിമോട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഒരു സ്റ്റാഫിംഗ് പ്രക്രിയ നടക്കുന്നത്. ആദ്യം വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കും. പല റിസോഴ്സസ് നമ്മൾ റിക്രൂട്ട് ചെയ്യും, ആപ്ലിക്കൻസിനെ അസസ് ചെയ്യും. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് നോക്കും. അവർക്ക് വേണ്ട ഓറിയന്റേഷൻ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കും. ദെൻ ആ ജോലിയുടെ ഭാഗമായിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടവരെ ട്രാൻസ്ഫർ ചെയ്യും. പ്രമോഷൻസ് കൊടുക്കേണ്ട അല്ലെങ്കിൽ പ്രമോഷൻസ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഹയർ പൊസിഷൻസിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്യും. എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് കാണിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? ഡിമോഷൻ ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലെ സ്റ്റാഫിംഗ് പ്രോസസ്സുകൾ നടക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ പ്രമോഷനും ഡിമോഷനും ഒക്കെ എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡെഫിനേഷൻ അടക്കം ബാക്കി ഭാഗങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ നമുക്ക് തരാം. മനസ്സിലായോ സ്റ്റാഫിംഗ് പ്രോസസ്?
Yes. Next one, performance appraisal process. Performance appraisal process related with the constant evaluation of the employee's works, so that when necessary promotion, pay raises, transfers, training, etc. may be given. എന്താണ് പെർഫോമൻസ് അപ്രേഷ്യൽ എന്ന് പറയുന്നത്? പ്രകടനം വിലയിരുത്തൽ എന്നൊക്കെ പറയും അല്ലെ? യെസ്, എംപ്ലോയീസിന്റെ പെർഫോമൻസ് നോക്കുന്നതാണ് അല്ലെ? യെസ്, അവർക്ക് കൊടുത്തിരിക്കുന്ന വർക്ക്സിൽ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ? നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് വേണ്ട ബെനിഫിറ്റ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അല്ലെ? പ്രമോഷൻ കൊടുക്കും, സാലറി കൂട്ടും അല്ലെ? പാക്കേജസിലുള്ള എന്തിനേക്കാൾ കൂടുതൽ പേ റൈസസ് കൊടുക്കും. ഇനി അതർ ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ദെൻ കൂടുതൽ എഫിഷ്യന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ട്രെയിനിങ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും അല്ലെ? കൂടുതൽ അവർക്ക് നോളജ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അതായത് നല്ല അതിലും കൂടുതൽ വലിയ പൊസിഷൻസിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശീലനങ്ങൾ അവർക്ക് കൊടുക്കും. ഓക്കെ, യെസ്. അപ്പൊ പെർഫോമൻസ് അപ്രേഷ്യൽസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രോസസ് ആണ് അല്ലെ? അതായത് ജീവനക്കാരുടെ പ്രകടനം നമ്മൾ നോക്കിയതിനു ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ഫർദർ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് അവർക്ക് കൊടുക്കുകയാണ് അല്ലെ? പ്രധാനമായിട്ടും അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ എന്താ പറയാ, മോട്ടിവേഷണൽ ടെക്നിക്സിൽ വരുന്ന ഒരു കാര്യം കൂടിയാണ് പെർഫോമൻസ് അപ്രീഷ്യൽ എന്ന് പറയുന്നത് അല്ലെ? അത് നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കും? നമ്മൾ പ്രമോഷൻ കൊടുക്കും, നല്ല രീതിയിലുള്ള സാലറി കൊടുക്കും, വേണ്ട രീതിയിലുള്ള ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ മറ്റ് ബെനിഫിറ്റ്സുകളെല്ലാം കൊടുത്തുകൊണ്ട് എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു ടെക്നിക്സ് കൂടിയാണ് എന്ത്? പെർഫോമൻസ് അപ്രീഷ്യൽ എന്ന് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് മെയിൻ പ്രോസസ്സിൽ വരുന്ന ഒന്നാണ് എന്ത്? പെർഫോമൻസ് അപ്രീഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ പിള്ളേരെ? ഓക്കെ, നെക്സ്റ്റ് വൺ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ പറയണോ കേട്ടോ, ടീച്ചറെ മനസ്സിലാവുന്നില്ല എന്ന്. വേറെ ഒന്നുമല്ല, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറയാം എന്താണെന്ന് കാര്യം കേട്ടോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്, blend of many sub-process which intend to correct the quality of work of the individual. Yes, നമ്മൾ എന്ത് സ്ഥാപനത്തിലാണെങ്കിലും എന്തിനു വേണ്ടിയാണ് നമ്മൾ പരിശീലനങ്ങൾ കൊടുക്കുന്നത്, ട്രെയിനിങ്സ് കൊടുക്കുന്നത്? വർക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ എല്ലാ ക്വാളിറ്റീസും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെയാണെങ്കിലും എന്ത് കൊടുക്കുന്നത്? പരിശീലനങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ പേഴ്സണൽ മാനേജ്മെന്റിന്റെ പ്രധാന പ്രോസസ് വരുന്ന മറ്റൊന്നാണ് എന്ത്? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് അല്ലെ? അതായത് ഇൻഡിവിജ്വൽസിന്റെ വർക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വേണ്ട രീതിയിലുള്ള പരിശീലനങ്ങൾ, ഏത് മേഖലയിലാണോ അവർ വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അടുത്തത് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ് determine the mechanism and form for giving financial and non-financial rewards. Compensation and reward process motivation techniques വരുന്നതാണ് അല്ലെ? എന്താണ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ് എന്ന് പറയുന്നത്? ഇവിടെ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ? യെസ്, അതായത് ഇപ്പൊ കോമ്പൻസേഷൻ കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ കോമ്പൻസേഷൻസ് കൊടുക്കുന്ന, റിവാർഡ് കൊടുക്കുന്നത് എപ്പോഴാണ്? നല്ല പെർഫോമൻസുകൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ സ്കിൽഫുൾ ആയിട്ട് പെർഫോമൻസിൽ കാഴ്ചവെക്കുന്ന സമയത്താണ് റിവാർഡ്സുകൾ കൊടുക്കപ്പെടുന്നത് അല്ലെ? അത് ഫിനാൻഷ്യൽ ആയിട്ടുള്ളത്, നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്നു. ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിവാർഡുകൾ ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ റിവാർഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ വരുന്നതില്? ബോണസുകൾ കൊടുക്കുന്നത്. ഓക്കെ, നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സോ? നോൺ ഫിനാൻഷ്യൽ സാമ്പത്തികേതര റിവാർഡുകൾ എന്ന് പറയുന്നത് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ വരും? അവാർഡുകൾ കൊടുക്കാൻ പറ്റും അല്ലെ? ബെസ്റ്റ് പെർഫോമർ എന്നൊക്കെ പറഞ്ഞ അവാർഡ് എന്താണ്? മോട്ടിവേഷൻ അല്ലേ നമുക്ക് കിട്ടുന്നത്? ഓക്കെ, ചിലപ്പോ ചില ഗിഫ്റ്റുകളായിട്ടും കൊടുക്കാറുണ്ട് അല്ലെ? ചിലപ്പോ ഒരു ടൂർ പാക്കേജസ് ആയിട്ട് കൊടുക്കും അല്ലെ? ഒരു 2 days ഇന്ന സ്ഥലത്ത് തനിക്ക് എന്താണ് ഫാമിലി ആയിട്ടുള്ള ഒരു ട്രിപ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ എന്താണ്? ഫിനാൻഷ്യൽ റിവാർഡ്സ്, നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സിൽ വരുന്ന കാറ്റഗറീസ് ആണ് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്നത് എന്തോ? പൈസയല്ല. പൈസ ഏതിലാണ് വരുന്നത്? ഫിനാൻഷ്യൽ റിവാർഡ്സിലാണ് സാമ്പത്തിക റിവാർഡുകൾ വരുന്നത്. നോൺ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികേതരമായിട്ട് സ്റ്റാഫിന് ലഭിക്കുന്ന ഒന്നാണ് കേട്ടോ. യെസ്, ലാസ്റ്റ് വൺ, collective bargaining process. Collective bargaining process
process that decides the relationship between the union and the employer regarding wages, benefits, hours and working condition, etc. വിലപേശൽ, കൂട്ടായ വിലപേശൽ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ കളക്റ്റീവ് ബാർഗനിങ് ചെയ്യുന്നത്? ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ് ഇവിടെ നോക്കുന്നത്. ആരൊക്കെ തമ്മിലാണ്? യൂണിയൻ ആൻഡ് എംപ്ലോയർ, അല്ലെ? യൂണിയനും എംപ്ലോയറും തമ്മിലുള്ള റിലേഷൻഷിപ്സ് ആണ് കളക്റ്റീവ് ബാർഗനിങ് പ്രോസസ്സിൽ വരുന്നത്. അതായത് പ്രധാനമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വിലപേശുന്നത്? വേജസിന് വേണ്ടിയിട്ട്, ബെനഫിറ്റ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ്. ചിലപ്പോ നമ്മള് 8 മണിക്കൂർ ജോലി അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്ര മണിക്കൂർ വിശ്രമം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ കിട്ടാത്തവരുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അവർക്ക് അത് വർക്കിംഗ് അവേഴ്സ് കൂടുതലാണ്, അതൊന്ന് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഒരു കൂട്ടായ തീരുമാനം എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് കളക്റ്റീവ് ബാർഗനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്സുകളോ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും എന്തിന് വരുന്നത്? കളക്റ്റീവ് ബാർഗനിങ്സ് വരുന്നത്. പ്രധാനമായിട്ടും വരാനുള്ള പ്രശ്നം വേജസ് ആണ്, അല്ലെ? സാലറി കൂട്ടി തരണം എന്നായിരിക്കും എപ്പോഴും വരുന്ന പ്രശ്നം. ബാക്കിയൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ നമ്മളിപ്പോ പഠിച്ച എന്താണ്? മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ആണ് ഓർഗനൈസേഷൻ, അല്ലേ? ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സുകൾ നടക്കുന്നത് ഈ ഒരു രീതിയിലാണ്. എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ് പ്രോസസ് ആണ്, അല്ലെ? യെസ്, അത് എന്താണ് ലീഡർഷിപ്പ് പ്രോസസ് എന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്? ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യക്തികളെയും ഗ്രൂപ്പുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്താണ്? ഈക്വൽ ട്രീറ്റ്മെന്റ് ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്, അല്ലെ? ഈക്വൽ ജസ്റ്റിസ് എന്നത്, അതായത് ഓരോ തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നൊരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എല്ലാവരെയും ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ കാണാന്നുള്ളത്. പിന്നെ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്. എന്താണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്? മൊത്തം ടാസ്കിന് നമ്മൾ പല പല ടാസ്കുകളായിട്ട്, വ്യക്തിഗത ടാസ്കുകളായിട്ട് വിഭജിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റാഫിംഗ് പ്രോസസ് എങ്ങനെയാണ്? വ്യക്തമായ രീതിയിലുള്ള മാൻ പവർ പ്ലാനിങ് ഉണ്ടായിരിക്കും. അത് സോഴ്സിനാണ് റിക്രൂട്ട് ചെയ്യുന്നത്, ആപ്ലിക്കൻസിനെ അസസ് ചെയ്യുന്നു, എംപ്ലോയ്മെന്റ് ഡിസിഷൻസ് എടുക്കുന്നു, അവർക്ക് വേണ്ട ഓറിയന്റേഷൻ ഇൻഡക്ഷൻ പ്രോഗ്രാംസ് കൊടുക്കുന്നു, ട്രാൻസ്ഫർ കൊടുക്കുന്നു, പ്രമോഷൻ കൊടുക്കുന്നു, ഡിമോഷൻ കൊടുക്കുന്നു. അങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലെ സ്റ്റാഫിംഗ് പ്രോസസ്സുകൾ നടക്കുന്നത്. ഓക്കെ, പിന്നെ പെർഫോമൻസ് അപ്രീഷ്യൽ അതൊരു കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ആണ്. അതായത് എംപ്ലോയീസിന്റെ പെർഫോമൻസിനെ അനലൈസ് ചെയ്തിട്ട് അത് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തവർക്ക് എന്താണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള പ്രമോഷൻസ്, പ്രയോറൈസസ്, ട്രാൻസ്ഫേഴ്സ്, ട്രെയിനിങ്സ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു മോട്ടിവേഷൻ ടെക്നിക്സ് ആണ് എന്താ പെർഫോമൻസ് അപ്രീഷ്യൽ എന്ന് പറയുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇതിന് വേണ്ടിയിട്ടാണ്. വർക്ക്സ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇൻഡിവിജ്വൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നു. പിന്നെന്താണ് കോമ്പൻസേഷൻസും റിവാർഡുകളും കൊടുക്കുന്നു, അല്ലെ? അവർക്ക് വലിയ കോമ്പൻസേഷൻസ്, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സുകൾ കൊടുത്തുകൊണ്ട് ജോലിക്കാരെ സ്റ്റാഫുകൾ നമ്മള് എന്താ എന്തിരിക്കുകയാണ് ശരിക്കും അതും മോട്ടിവേഷൻ പ്രചോദിപ്പിക്കുന്ന ഒരു ടെക്നിക്സ് ആണ്. ഓർഗനൈസേഷനെ പിടിച്ചു നിർത്താനുള്ള ഒരു ടെക്നിക്സ് കൂടിയാണ് ഈ കോമ്പൻസേഷൻ റിവാർഡ്സുകൾ എന്ന് പറയുന്നത്. പിന്നെ കളക്റ്റീവ് ബാർഗനിങ് പ്രോസസ് എന്തായാലും എല്ലാ ഓർഗനൈസേഷനിലും എന്തായിരിക്കും, അല്ലെ? കളക്റ്റീവ് ബാർഗനിങ് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് യൂണിയൻ ആൻഡ് എംപ്ലോയീസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയേഴ്സും യൂണിയനും തമ്മിലുള്ള ഒരു പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്, അല്ലെ? അതായത് വേജസിനെ കുറിച്ചിട്ടോ മറ്റു ബെനിഫിറ്റ്സുകളെ കുറിച്ചിട്ടോ വേണ്ടി അവരുടെ ആവശ്യകതകൾ എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ വിലപേശൽ പ്രക്രിയയാണ് എന്താ കളക്റ്റീവ് ബാർഗനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെ തമ്മിലാണ്? യൂണിയൻ ആൻഡ് എംപ്ലോയീസ് തമ്മിൽ. ഓക്കെ, ഇതൊന്നും കൂടുതലൊന്ന് വായിച്ചു വെക്കില്ലേ?
അതെ 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 മുസി. ഓക്കെ, മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ എല്ലാവർക്കും? യെസ്, നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് പേഴ്സണൽ പോളിസി. പേഴ്സണൽ പോളിസി. അവിടെ പേഴ്സണൽ പോളിസിയുടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. A personal policy is a pre-planned course of action that establishes a guide to work toward acceptable outcomes and objectives. Personal policies are the rules and control how to deal with a human resources or personal related situation. നമ്മൾ എന്തിനാണ് ഒരു പേഴ്സണൽ പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണെന്നാണ് പറയുന്നത്. പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ that establish a guide to work toward acceptable outcomes and objectives. എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ പേഴ്സണൽ പോളിസീസ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഓരോ പേഴ്സൺസിനെ, ഓരോ സ്റ്റാഫുകളെ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന കുറച്ച് നിയമങ്ങളും റൂൾസ് അല്ലെങ്കിൽ കുറച്ച് ലോസ് ആൻഡ് റൂൾസ് ആണ് എന്ത്, അതായത് സിറ്റുവേഷൻ ബേസ്ഡ് എങ്ങനെ ഇവര് ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പോളിസിയാണ് എന്ത് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. പ്രീ പ്ലാൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് കേട്ടോ. യെസ്, personal policies are the rules that control how to deal with the human resources or person related situation. നമ്മൾ എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? How to deal with the human resources. എങ്ങനെ നമ്മൾക്ക് ഹ്യൂമൻ റിസോഴ്സിനെ ഡീൽ ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂൾസ് ആണ് അല്ലെങ്കിൽ അതിന് പോളിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? അത് പഠിക്കണം കേട്ടോ. ഈ പറഞ്ഞ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. പേഴ്സണൽ പോളിസീസ് ആർ ദ റൂൾസ് ദാറ്റ് കൺട്രോൾ ഹൗ ടു ഡീൽ വിത്ത് ഹ്യൂമൻ റിസോഴ്സസ് ഓർ പേഴ്സൺ റിലേറ്റഡ് സിറ്റുവേഷൻ. പഠിക്കണം കേട്ടോ. ഓക്കെ, മനസ്സിലായോ പേഴ്സണൽ പോളിസി എന്താണെന്ന്? ഇനി താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? The following advantages are achieved by setting up personal policies. The following advantages are achieved by setting up personal policy. അതായത് നമ്മൾ ഒരു പേഴ്സണൽ പോളിസി രൂപീകരിക്കുന്നതിലൂടെ താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും, കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നു. അതായത് പേഴ്സണൽ പോളിസി രൂപീകരിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഗുണങ്ങൾ. ഫസ്റ്റ് പറയുന്ന പോയിന്റ് എന്താണ്? They help managers at different level of decision making to take decision without consulting their superiors. They help, അതായത് they help എന്ന് ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ പോളിസി എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു? മാനേജേഴ്സിനെ at different level of decisions making to take decisions without consulting their superiors. പേഴ്സണൽ പോളിസിയിൽ ഓൾറെഡി നിയമങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അവർക്ക് സുപ്പീരിയേഴ്സിന്റെ കൺസൾട്ടേഷൻ ആവശ്യം വരുന്നില്ല, അല്ല അവരുടെ ഹെൽപ്പ് വേണ്ടി വരുന്നില്ല. ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഹെഡ് ഓഫ് ദി പൊസിഷന്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു കൺസൾട്ടേഷൻ ഇല്ലാതെ തന്നെ എന്താണ് ഓൾറെഡി നമ്മൾ കുറച്ച് റൂൾസുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ റൂൾസ് നോക്കിയിട്ട് എന്താണ് മാനേജ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? മാനേജേഴ്സിന് അത് ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? അതാണ് പേഴ്സണൽ പോളിസിയുടെ ബെസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സുപ്പീരിയേഴ്സിന്റെ നിർദ്ദേശങ്ങൾ ചിലപ്പോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതായത് എന്തുകൊണ്ടാണ് ഓൾറെഡി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ പോളിസി ഉണ്ട്. ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന റൂൾസ് അനുസരിച്ചിട്ട് എല്ലാ മാനേജേഴ്സിനും അതിനെ ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആണ്. മനസ്സിലായോ? എന്ത് പ്രശ്നം വന്നാലും സുപ്പീരിയേഴ്സിനെ കൺസൾട്ടേഷൻ ചെയ്യേണ്ട ആവശ്യകതയില്ല. ഓൾറെഡി നമുക്ക് ആ റൂൾസ് നോക്കിയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ആദ്യത്തെ ബെനിഫിറ്റ് കേട്ടോ.
Then second one, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കണ്ട. പോയിന്റ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നിങ്ങൾ പഠിക്കുന്നുണ്ടോ എല്ലാവരും? പഠിച്ചൊക്കെ തുടങ്ങിക്കോട്ടോ, പരീക്ഷയൊക്കെ പെട്ടെന്ന് വരും. എല്ലാ ദിവസത്തെയും മോക്ക് ടെസ്റ്റ് 5 എണ്ണം വെച്ച് പഠിച്ചു വെക്കും. ഓക്കെ. പിന്നെ അടുത്ത പോയിന്റ് ഒന്നുകൂടി നന്നായിട്ട് ടെക്സ്റ്റും മോക്ക് ടെസ്റ്റും നല്ലോണം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിച്ച് പരീക്ഷ പാസ്സാവാം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.